പിന്നെ വീട്ടിൽ കല്ലുമ്മക്കായ തേങ്ങ പോയിട്ട് കക്കയാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ കക്കക്കറി എങ്ങനെ ഉണ്ടാക്കാനുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അഷറഫാക്കാൻ്റെ അടുത്തുനിന്ന് കക്ക വാങ്ങി. ഞങ്ങളിവിടെ നാളികേരം അരച്ചിട്ടാണ് കറി വയ്ക്കുക. ചിലവർ ഇത് അതിൻ്റെ ഇറച്ചി എടുത്തിട്ട് കറി വയ്ക്കുന്നവരുണ്ട്. ഞങ്ങളിവിടെ തൂട്ടറി തൂട്ടറി വയ്ക്കുന്നവരുണ്ട്, വറുത്തരച്ച് വയ്ക്കുന്നവരുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം തൂട്ടറി വയ്ക്കുന്നത്. അവിടെ മോൾക്കായാലും ഏട്ടനായാലും ഒക്കെ തൂട്ടറി വയ്ക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം എരുന്ത് വാഷ് ചെയ്തെടുത്തിട്ട് പാത്രത്തിലാക്കിയിട്ട് അതിലോട്ട് തക്കാളി, പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുകയാണ് ആദ്യം ചെയ്യാറ്. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. കല്ലുപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കല്ലുപ്പാണ്. കല്ലുപ്പ് ചേർത്ത് കൊടുക്കും. അതിന് ശേഷം അതിലോട്ട് വേണ്ട പൊടികൾ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് അതിന് പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുറച്ച് നേരം വേവിക്കാൻ വയ്ക്കും. അത് നന്നായിട്ട് വെന്ത് വരുന്ന ഒരു സമയമാകുമ്പോഴത്തേന് അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ നാളികേരത്തിലേക്ക് വലിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി 2-3 എണ്ണം ചേർക്കൂട്ടോ ഞാൻ അരയ്ക്കാൻ. അങ്ങനെ അരച്ചെടുക്കുമ്പോഴത്തേന് കറി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന കറിയിലോട്ട് ഞാൻ നാളികേരം അരച്ചത് പാർന്നു കൊടുക്കും. അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടെ നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ് ചെയ്യാറ്. അത് വെന്ത് വരുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് ഒന്നുകൂടെ നമ്മൾ അടച്ച് വെക്കും. കാരണം ഇത് വേകാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദനയൊക്കെ വരും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വേവിക്കും. അതിനുശേഷം അതിലേക്ക് കടുകിൽ വറവിട്ട് ചേർക്കാറാണ്. കടുകിൽ വറവിട്ട് ചേർക്കാൻ നല്ല രസമാണ്. നമ്മൾ പച്ചക്കറി തൂത്തുകറി വെച്ചതിലേക്ക് ചിലർ ഉള്ളിയിലൊക്കെ വറവിടുന്നവരുണ്ട് കേട്ടോ. ഞാനിവിടെ പൊതുവെ കടുകിലാണ് വറവ് ചേർക്കാറ്. അങ്ങനെയാണ് ഞാൻ പച്ചക്കറി തയ്യാറാക്കാറ്. ഇവിടെ നമ്മൾ എരുന്തെന്നും പറയും കേട്ടോ. ചില നാട്ടിലേക്ക് കക്കാന്ന് പറയും, ചില നാട്ടിലേക്ക് എരുന്തെന്ന് പറയും. നമ്മൾ മലപ്പുറം കോഴിക്കോടുകാർ ഇതിനെ എരുന്ത്